മൈഥിലിയുടെ ദാസിപ്പണിക്ക് പോവണ്ടെന്ന് നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നതാ. അപ്പൊ നീ അത് കേട്ടില്ല. അമ്മേ, ഏട്ടത്തിയുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞ്, അതിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാ ഞാൻ ഏട്ടത്തിയുടെ കൂടെ തന്നെ നിന്നത്. എനിക്ക് കിട്ടാതെ പോകുന്ന ഭാഗ്യം മറ്റൊരാൾക്ക് കിട്ടുമ്പോ അതിൽ അസൂയല്ല, സന്തോഷം എനിക്കുള്ളത്. അത് പക്ഷെ ആരും മനസ്സിലാക്കുന്നില്ല. പോട്ടെ, ഇനി അത് തന്നെ ഓർത്തിരിക്കണ്ട. എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി. ആനന്ദ് ഇന്നത് കണ്ടില്ലായിരുന്നുവെങ്കിൽ വലിയൊരു ദുരന്തത്തിന് നമ്മളൊക്കെ സാക്ഷികളാവേണ്ടി വരില്ലായിരുന്നോ? എത്ര തിരിച്ചടികൾ ഉണ്ടായാലും കവിതയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അവൾ എന്നും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അവൾക്കുള്ള ശിക്ഷ വിധിക്കുമ്പോ ആ കാര്യം നിനക്ക് ഓർമ്മയുണ്ടാവണം. നിനക്ക് യാതൊരു നാണോ മാനോ ഇല്ലേടി. നാളെ ബാലാമണി നിനക്കുള്ള ശിക്ഷ വിധിക്കുന്നവരെ ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം പോലും കുടിച്ചു പോരുന്ന അമ്മ നിന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ? അനന്തുവിന്റെ അമ്മയ്ക്ക് അങ്ങനെ പലതും പറയാം. ഞാനൊരു മനുഷ്യ ജീവിയാ, അല്ലാതെ അഴകത്തുകാരുടെ അടിമയൊന്നുമല്ല. ഇതിപ്പോഴല്ല, വിഷം കലർത്താൻ വേണ്ടി നീ നടക്കുന്ന സമയത്ത് ആലോചിക്കണമായിരുന്നു. എങ്കിൽ നിനക്ക് ഈ ഗതികേട് വരുമായിരുന്നോ? എടി, സത്യം പറഞ്ഞ നിന്നെ ഓർത്ത് എനിക്കിപ്പോൾ സഹതാപം തോന്നുന്നേ. നിന്റേത് ഒരു പാഴ് ജന്മമായി പോയി. ഇതുകൊണ്ടൊന്നും എന്നെ തോൽപ്പിച്ചു എന്ന് ആരും കരുതണ്ട. അങ്ങനെ തോറ്റു കൊടുക്കുന്നവളല്ല ഈ കവിത. നോക്കിക്കോ, ഇതിനെല്ലാം കൂടി ചേർത്ത് ബാലാമണിക്ക് ഞാൻ തിരിച്ചടികൾ കൊടുക്കും. നാളെ നീ ഈ വീട്ടിൽ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്ന പോലും ബാലാമണിയാ. എന്നിട്ടാണ് നീ അവളോട് പ്രതികാരം ചെയ്യാൻ നടക്കുന്നത്. ആദ്യം മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കുക, മനസ്സിലാക്കാൻ പഠിക്കുക. നിങ്ങളുടെ ബാലാമണിയെ പോലെ സർവ്വ യോഗ്യതകളും തികഞ്ഞവളൊന്നും അല്ല ഞാൻ. നീ അവളെ പരിഹസിക്കൊന്നും വേണ്ട. ഒരു ഭാര്യയ്ക്ക് വേണ്ട എല്ലാ യോഗ്യതകളും ഉള്ളവൾ തന്നെയായിരുന്നു ബാലാമണി. എന്നിട്ട് എന്തിനാണ് ആവോ അവളെ നിങ്ങൾ ഉപേക്ഷിച്ചത്? ഞാൻ ഉപേക്ഷിച്ചതല്ല അവളെ, ദൈവം എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചതാ. ബാലാമണിയുടെ ഭർത്താവാനുള്ള യോഗ്യത എനിക്കില്ലാത്തോണ്ട്. ഒരുപക്ഷെ ആ കുഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ അവന് വേണ്ടിയിട്ടെങ്കിലും ചിലപ്പോൾ അവൾ എന്നോട് ക്ഷമിച്ചേനെ. അതിനുള്ള ഭാഗ്യം പോലും എനിക്കില്ലാതെ പോയി. മൈഥിലി, നീ ഇത് കഴിക്ക. എനിക്ക് വേണ്ട അരവിന്ദേട്ടാ. ഇത് അയൺ ടാബ്ലറ്റാ, കഴിക്കാതെ എങ്ങനെയാ? നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ. ഓ, കഴിക്ക. മൈഥിലി, നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ ചെയ്തത് വലിയ തെറ്റായി പോയി അല്ലേ അരവിന്ദേട്ടാ? അരവിന്ദേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തെ? എന്നെ സമാധാനിപ്പിക്കാനെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ. ബാലാമണി പിന്നെ നിന്നെ കാണാൻ വന്നതേയില്ലേ? ഇല്ല, ആ രാക്ഷസി പറഞ്ഞതൊക്കെ ഞാൻ കണ്ണുടച്ചങ്ങ് വിശ്വസിച്ചു. പോട്ടെ, ഇനി അതൊക്കെ പറഞ്ഞിട്ടെന്താ? എന്തായാലും നാളെ കൊണ്ട് അവളുടെ ശല്യം അവസാനിക്കുമല്ലോ. ബാലാമണി അവൾക്ക് എന്ത് ശിക്ഷ കൊടുക്കുന്നു എന്നുള്ളതൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്ത് ശിക്ഷ കൊടുത്താലും എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയവളെ ഞാൻ വെറുതെ വിടില്ല. അവളെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അത് ഞാൻ കണക്ക് കൂട്ടി തന്നെയാ ഇരിക്കുന്നത്. നീയൊരു വലിയ കാര്യമാണ് ചെയ്തത്. ആ സമയത്ത് അങ്ങനെ ഒരു തെളിവ് കിട്ടിയതുകൊണ്ടാണ് എൻ്റെ മോള് രക്ഷപ്പെട്ടത്. അല്ലായിരുന്നെങ്കിൽ എല്ലാവരും കൂടി അവളെ ഈ അഴകത്ത് വീട്ടിൽ നിന്ന് പുറത്താക്കിയേനെ. മുമ്പും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ സംഭവിച്ചിട്ടുള്ളത്. ഇതിലിപ്പോ എന്റെ മെഡിക്കലിന് വലിയ സ്ഥാനമൊന്നും ഇല്ല ഉണ്ണിയമ്മേ. ബാലാമണിയുടെ ദൈവാനുഗ്രഹം. അതുകൊണ്ടായിരിക്കും കാര്യങ്ങൾ ഈ രീതിയിലെങ്കിലും അവസാനിച്ചത്.
ഒരുപാടൊക്കെ അനുഭവിച്ചു എൻ്റെ കുട്ടി. അതുകൊണ്ടൊന്നും കവിതയ്ക്ക് തൃപ്തിയായിട്ടില്ല. ബാലാമണി അഴകത്തുനിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു ദിവസം വരാൻ വ്രതം നോറ്റിരിക്കുക അവള്. ഞങ്ങളും അമ്മയൊക്കെ ബാലാമണിക്കൊപ്പം ഉള്ളപ്പോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഉണ്ണിയമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എൻ്റെ ഒരു ആശങ്ക നിന്നോട് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. സ്വന്തം മകളുടെ ജീവിതം കൊണ്ട് ചൂത് കളിച്ച ഒരച്ഛനാ ഞാൻ. നീ അടക്കമുള്ള ഓരോ കരുക്കളെയും വെട്ടിമാറ്റി മുന്നോട്ട് പോയപ്പോ വിജയിച്ചു എന്ന് തെറ്റിദ്ധരിച്ച വിഡ്ഢിയായ ഒരച്ഛൻ. അതാ ഈ കുഞ്ഞുണ്ണി മാമ. സുമംഗലയോട് പണ്ടേ എല്ലാം തുറന്നു പറയാനുള്ള മനക്കരുത്ത് ഞാൻ കാട്ടിയിരുന്നെങ്കിൽ ഇന്ന് നിന്നോടൊപ്പം എൻ്റെ ബാലാമണി സുഖമായിട്ട് കഴിഞ്ഞേനെ. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? പോട്ടെ, ഉണ്ണിയമ്മ സമാധാനമായിട്ട് പോയി കിടക്കേ. ഇനിയെല്ലാം വിധി പോലെ വരട്ടെ, അത്രേ ഞാൻ കരുതുന്നുള്ളൂ. ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ട് നിൽക്കുകയായിരുന്നു. ഒക്കെ ഞാൻ കേട്ടു. അതൊന്നും വെറും വാക്കുകളായിരുന്നില്ല ഉണ്ണിയാമ്മേ. ഓവർ സെൽഫിഷായിരുന്നു ഞാൻ. അതുകൊണ്ടാ ഇഷ്ടപ്പെട്ടത് കൈക്കലാക്കാൻ എന്ത് വഴിയും തേടിയതും എനിക്കുണ്ടായ നേട്ടം കൊണ്ട് വേദനിച്ച മനസ്സുകളെ ശ്രദ്ധിക്കായിരുന്നതും. ഇന്നത്തെ ഈ നിലയിൽ ബാലാമണിയെ കൊണ്ടെത്തിച്ചത് ഞാനാ. ഇപ്പോൾ ആ കുറ്റബോധം കൊണ്ട് എൻ്റെ ഉള്ളു വല്ലാതെ നേറുന്നുണ്ട്. എൻ്റെ ഈ ഏറ്റുപറച്ചിലുകൊണ്ട് ബാലാമണിക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു കിട്ടുമൊന്നുമില്ല. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഉണ്ണിയാമേ ഞാനിതൊക്കെ പറയുന്നത്. എന്നെ ശപിക്കല്ലേ ഉണ്ണിയാമേ, പറ്റിപ്പോയി. ബാലാമണി എന്ത് തീരുമാനമായിരിക്കും എടുക്കുന്നത്? ബാലാമണി, നിന്റെ തീരുമാനം അറിയാനാ ഇവിടെ എല്ലാവരും കാത്തു നിൽക്കുന്നത്. ഞാനത് പറയാമേ, പക്ഷേ അതിനു മുൻപ് എനിക്ക് ഈ കാര്യത്തിൽ ഓരോരുത്തരുടെ അഭിപ്രായം അറിയണം. എന്നിട്ടേ ഞാൻ എന്റെ തീരുമാനം പറയൂ. ശരി, എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഓരോരുത്തർക്കും പറയാനുള്ളത് പറയാം. ദേ, ഇവളോട് യാതൊരു ദയയും കാണിക്കരുത്. അഴകത്ത് നിന്ന് ഇവൾ അടിച്ചിറക്കി വിടണം. എന്നാലേ എനിക്ക് തൃപ്തിയാവും. അരവിന്ദന്റെ അഭിപ്രായവും ഇതുതന്നെയാണോ? അമ്മേ, മുമ്പ് പലപ്പോഴും കവിത ഇതുപോലുള്ള പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ അമ്മ ഈ വീട്ടിൽ നിന്ന് അവളെ ഇറക്കി വിടാൻ വരെ തീരുമാനിച്ചതാ. അന്ന് അതിന് സമ്മതിക്കായിരുന്നത് ബാലാമണിയാണ്. ബാലാമണി അന്ന് കവിതയോട് കാണിച്ച ദയയും കാരുണ്യവും കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? അതുകൊണ്ട് കവിത ഇനി അഴകത്ത് വേണ്ട. ആനന്ദേ, നീയാണ് കൃത്യസമയത്ത് തെളിവുകൾ തന്ന് ബാലാമണിയെ രക്ഷിച്ചത്. അല്ലായിരുന്നെങ്കിൽ ചിലപ്പോ വലിയൊരു ദുരന്തം പോലും സംഭവിച്ചേനെ. കവിതയ്ക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്നാ നിന്റെ അഭിപ്രായം? കവിതയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കവിത ഇവിടെ തന്നെ ഉണ്ടാവണം. മാതൃകാപരമായ ഒരു ശിക്ഷ അവൾക്ക് കിട്ടുകയും വേണം. അതെ, ഇയാൾ എൻ്റെ കാര്യം ഓർത്തിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ അത് വേണ്ട. ഇവളെ ഇവിടുന്ന് പുറത്താക്കിയെന്ന് വെച്ച് അതിൽ എനിക്ക് യാതൊരു വിഷമവും വരാൻ പോകുന്നില്ല. അപ്പോ കവിത അഴകത്തുനിന്ന് പോകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം. ഏട്ടനെന്താ തോന്നുന്നത്? സുമംഗലേ, നമ്മുടെ ആരുടെയും തോന്നലുകൾക്ക് യാതൊരു പ്രസക്തിയില്ല. കവിതയ്ക്ക് ശിക്ഷ വിധിക്കാനുള്ള അധികാരം നീ ബാലാമണിക്ക് നേരത്തെ കൊടുത്തു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ അവൾ എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അതാ നമുക്ക് അറിയേണ്ടത്.
ബാലാമണി, ഇനി നിനക്ക് നിന്റെ തീരുമാനം പറഞ്ഞൂടെ? എന്റെ തീരുമാനം ഞാൻ പറയാം. വിഷം കൊടുത്ത് കവിത കൊല്ലാൻ നോക്കിയത് ഏത് കുഞ്ഞിനെയാണോ, ആ കുഞ്ഞിനും അമ്മയ്ക്കും വേണ്ടിയായിരിക്കണം കവിതയുടെ ഇനിയുള്ള ജീവിതം. കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ, കവിത ഇന്ന് മുതൽ മൈഥിലി ഏട്ടത്തിയുടെ ജോലിക്കാരിയാ. ഏട്ടത്തി എന്താണോ പറയുന്നത്, കവിത അത് ഒരു മടിയും കൂടാതെ അനുസരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഒരു നിമിഷം കൊണ്ട് താൻ ഇല്ലാതാക്കാൻ ശ്രമിച്ച കുഞ്ഞിനെ ഒരമ്മ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് കവിതയ്ക്ക് മനസ്സിലാവൂ. എനിക്ക് ഈ തീരുമാനത്തോട് യോജിക്കാൻ കഴിയുന്നില്ലമ്മേ. ഇങ്ങനൊരു തീരുമാനമല്ല വേണ്ടിയിരുന്നത്. അമ്മേ, ഇതുകൊണ്ടൊന്നും ഇവള് നന്നാവാൻ പോകുന്നില്ല. ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് വേണമെന്ന് അമ്മ തീരുമാനിക്കട്ടെ. മൈഥിലി, എന്തോ? നിനക്ക് ഈ തീരുമാനത്തോട് എതിർപ്പുണ്ടോ? അയ്യോ ഇല്ലമ്മേ, ഇത് തന്നെയാ ശരിയായ തീരുമാനം. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ദേ, നമ്മൾ ഇവളെ ഇവിടുന്ന് പുറത്താക്കിയ അത് ഇവൾക്ക് കിട്ടാവുന്ന ഏറ്റവും ചെറിയ ശിക്ഷയാ. ഇതിപ്പോ 1 രൂപ പോലും ശമ്പളം കൊടുക്കാതെ എന്റെ ജോലികൾ മുഴുവൻ ചെയ്യുന്ന, ഞാൻ പറയുന്നതെന്തും അനുസരിക്കുന്ന ഒരു വേലക്കാരി എനിക്ക് കിട്ടിയില്ലേ? ദേ, എനിക്കത് മതി. ആ, മൈഥിലിക്ക് യാതൊരു എതിർപ്പുമില്ലാത്ത സ്ഥിതിക്ക് ഈ തീരുമാനം പുനഃപരിശോധിക്കേണ്ട ആവശ്യമില്ല. ഞാനും ഇതിന് അംഗീകരിക്കുന്നു. എന്നോട് ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വന്തം പെങ്ങളോടായിരുന്നെങ്കിൽ നിങ്ങൾ ഇത് തന്നെ ചെയ്യുമായിരുന്നോ? നിങ്ങളുടെ ഭാര്യയെ കണ്ടിട്ടല്ല, നിങ്ങളെ വിശ്വസിച്ച ഞാൻ ആ കുഞ്ഞിനെ ഏൽപ്പിച്ചത്. അവന് നിങ്ങളുടെ വീട്ടിൽ ഒരു കുറവും വരാതിരിക്കാൻ നിങ്ങൾ ചോദിച്ചപ്പോഴൊക്കെ ഞാൻ പണം തരികയും ചെയ്തു. ഒരിക്കൽ പോലും പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ചതിച്ചത്? പല ജോലിയും ചെയ്തു നോക്കിയിട്ടും ജീവിതം ഒരു കരക്കെത്തിക്കാൻ പറ്റാതെ പോയ ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. രുക്മിണിക്ക് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാ. പണ്ടും ഇപ്പോഴും അതങ്ങനെ തന്നെ. ഡോക്ടറെ കുഞ്ഞിനെ വളർത്താൻ എന്നെ ഏൽപ്പിക്കുമ്പോൾ പലതും മനസ്സിൽ കണ്ടിട്ട രുക്മിണി അതിന് സമ്മതിച്ചെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോ കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റിയതടക്കമുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ മാത്രം തീരുമാനമായിരുന്നു? അതെ ഡോക്ടറെ, എന്നെ ഇതിലൊന്നും അവൾ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല. അവളും അവളുടെ അനിയനും കൂടി എല്ലാം അങ്ങ് തീരുമാനിക്കുകയായിരുന്നു. കാഴ്ചക്കാരനായി നിൽക്കുക എന്നല്ലാതെ മറ്റൊന്നിനും എന്നെക്കൊണ്ട് കഴിഞ്ഞില്ല. ഇനിയൊട്ട് കഴിയേയില്ല. ഇങ്ങനെ പറഞ്ഞൊഴിഞ്ഞാൽ എന്നോട് കാണിച്ച നന്ദികേടിനുള്ള പരിഹാരമാവോ? ഇതല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടറെ? സത്യം പറഞ്ഞാൽ അവളെ എനിക്ക് പേടിയാ. അവളുടെ തീരുമാനത്തെ എതിർക്കാൻ ചെന്നാൽ ചിലപ്പോൾ അവൾ എന്നെയും കൊല്ലും. ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം നിങ്ങൾ മരിക്കുന്നത് തന്നെയാ. ആണായിട്ട് ജനിച്ചാൽ ആണുങ്ങളെ പോലെ ജീവിക്കണം. പറഞ്ഞ വാക്കിന് വില വേണം. അതിന് കഴിയാത്ത ഭീരുക്കൾ ഈ ഭൂമിക്ക് ഒരു ഭാരം തന്നെയാ. ആ കൂട്ടത്തിൽ ഒരാളായി നിൽക്കാനാണോ ചെല്ലപ്പൻ ചേട്ടനും ആഗ്രഹിക്കുന്നത്? എന്നെ എത്ര വേണമെങ്കിലും പരിഹസിച്ചോളൂ. അങ്ങനെയൊന്നും കേട്ടാൽ ഇപ്പോൾ എനിക്ക് വേദന തോന്നാറില്ല. ഒന്നിനും കഴിവില്ലാത്ത ഒരു മനുഷ്യനാണ് ഞാൻ. ഇന്നേ വരെ ജീവിതത്തിൽ ഒരിടത്തും ഞാൻ വിജയിച്ചിട്ടുമില്ല. എന്നെ സഹായിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ചെല്ലപ്പൻ ചേട്ടൻ ആഗ്രഹിക്കുന്നില്ലേ? ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. എന്നെ കൊണ്ട് അതിന് കഴിയില്ല. കഴിയും. എന്നോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ആ കുഞ്ഞിനോട് ചെല്ലപ്പൻ ചേട്ടന് യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ, അവനെ രക്ഷിക്കാൻ വേണ്ടി ചെല്ലപ്പൻ ചേട്ടൻ എന്തും ചെയ്യും. ഇല്ലെങ്കിൽ തെറ്റു മുഴുവൻ ഭാര്യയുടെ തലയിൽ കെട്ടിവെച്ച് ഒന്നും അറിയാത്തവനെ പോലെ നിങ്ങളുടെ ഭാര്യയുടെ എല്ലാ കള്ളത്തരത്തിനും കൂട്ടുനിന്ന് നാണം കെട്ട ഒരു ജീവിതം ജീവിക്കാം. രണ്ടിൽ ഏതു വഴിയും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം.
ഞാൻ എന്താ ചെയ്യേണ്ടത്? ഡോക്ടർ പറഞ്ഞു. എനിക്ക് ആ കുഞ്ഞിനെ വേണം. ആർക്കും ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ അവനെ എന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ചെല്ലപ്പൻ ചേട്ടനെ കൊണ്ട് കഴിയില്ലേ? എനിക്കൊരു ഉത്തരം വേണം. ഒരിക്കലെങ്കിലും എനിക്കൊന്ന് ജയിക്കണം ഡോക്ടറെ. ഞാൻ കൊണ്ടുവരാവനെ. മറ്റാരും അറിയാതെ അവനെ ഡോക്ടറെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കാം. എങ്ങനെയും ഞാനത് ചെയ്യും. ഇനി അതിനാ എൻ്റെ ശ്രമം. ராத்திரி 2 மணிக்கு ஃபோன் பண்ணி சாரு தூங்குறானா என்னடா? നിങ്ങൾ ഇതെവിടെയായിരുന്നു? എനിക്കൊരാളെ കാണാനുണ്ടായിരുന്നു. ആരെയാ? ആളെ പറഞ്ഞാൽ നിനക്കറിയില്ല. മോനെവിടെ? അത് നല്ല ഉറക്ക. എപ്പോൾ നോക്കിയാലും ടി വിയുടെ മുമ്പിൽ. എന്താ നിങ്ങൾ വല്ലാതിരിക്കുന്നേ? ഓ, അത് വെയിലത്തുള്ള അലച്ചിലിൻ്റെ ആവും. നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ? എന്തിനാ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നേ? നീയും നിന്റെ അനിയനും കൂടി കാശിൻ്റെ കണക്ക് പറയുന്നത് കേൾക്കാൻ വയ്യാഞ്ഞിട്ടാ ഞാനിങ്ങനെ ഇറങ്ങി പോകുന്നത്. എന്റെ പൊന്നളിയ, അളിയന് ജീവിക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ലേ? സുമേഷേ, നീയും നിന്റെ ചേച്ചിയും പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവില്ല. അതെനിക്കറിയില്ല. അതെൻ്റെ തെറ്റാ. ഇവളോ ഇങ്ങനെയായി. എടാ, നീ ഒരു ചെറുപ്പക്കാരനല്ലേ? ഇങ്ങനെയൊക്കെയാണോ ജീവിതത്തിൽ രക്ഷപ്പെടേണ്ടത്? അളിയൻ ന്യൂ ജനറേഷൻ അല്ല, അതിന്റെ കുഴപ്പോ. അളിയ, അളിയന്റെ ജനിസിൽപ്പെട്ട ഒന്നിനെയും ഇപ്പൊ കണി കാണാൻ പോലും കിട്ടുന്നില്ല. എല്ലാം കുറ്റിയേറ്റി പോയി. അതെങ്കിലും ഒന്ന് അളിയൻ മനസ്സിലാക്ക്. ഞാൻ വേണമെങ്കിൽ അളിയനെ ഒന്ന് ഉപദേശിക്കാം. ചിലപ്പോൾ അളിയൻ നന്നായാലോ? അയ്യോ വേണ്ട, നീ എന്നെ ഉപദേശിക്കണ്ട. ഞാൻ നശിക്കാൻ വേണ്ടി നടക്കുന്നവനാ. നശിച്ചിട്ടേ ഞാൻ അടങ്ങൂ. നിങ്ങളൊക്കെ നന്നാവ്. എന്തോ ഇതൊക്കെ. ചേച്ചി കണ്ട, എന്നെ വെറും ശശിയാക്കിട്ടാ പോയത്. ഇയാൾ ഒരു നടക്കൊന്നും പോവില്ലട്ടാ. ഞാൻ ഇങ്ങനെ വളവള സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ചേച്ചി എന്താ ആലോചിക്കുന്നത്? അല്ലടാ, അങ്ങേര് ആരെ കാണാൻ പോയതാ? ഈ നാട്ടിൽ ഞാൻ അറിയാത്ത ഏത് പരിചയക്കാരനാ അങ്ങേർക്കുള്ളത്? ഇവിടത്തെ ഏതെങ്കിലും പാളയം കൊണ്ടനെ കാണാൻ പോയതായിരിക്കും. ഈ മുള്ളുമുറുക്കൊക്കെ എന്തിനാ ജനിച്ചെന്നാ എനിക്കറിഞ്ഞൂടാത്തത്. ഇന്നത്തെ ഒരു ദിവസം കൂടി മോനിവിടെ കഴിഞ്ഞാൽ മതി. നാളെ ഞാൻ മോനെ അഭിരാമി ഡോക്ടറെ ഏൽപ്പിക്കും. എന്നിട്ട് അഭിരാമി ഡോക്ടർ മോനെ മോൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കും. ആ, ഇനിയൊക്കെ നിൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും. നീ ഞങ്ങളുടെ ഭാഗ്യ മോനെ. നീ വന്നതോടുകൂടി ലക്ഷങ്ങളല്ലേ ഞങ്ങളുടെ കൈകളിലേക്ക് വന്നത്. ഇനി നീ കാരണം എന്തെല്ലാം സൗഭാഗ്യങ്ങൾ വരാനിരിക്കുന്നു. നീയും സുമേഷും പറയുന്നത് സത്യ. നാടോടുമ്പം നടുവേ ഓടണം. അങ്ങനെയുള്ള കാലം ഇത്. പിന്നെ ഞാനായിട്ട് എന്തിനാ മാറി നിൽക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കാണാൻ വരുന്നത്? ഇതിലെന്തോ ഒരു കാര്യമുണ്ടല്ലോ. ചെല്ലപ്പം പറയുന്നതൊക്കെ നമുക്ക് വിശ്വസിക്കാമോ മോളെ? ഒരിക്കൽ അയാൾ ഇതുപോലെ പറഞ്ഞിട്ട് ഒടുവിൽ നിന്നെ ചതിച്ചതല്ലേ? അത് അയാൾ മനഃപൂർവ്വം ചെയ്തതല്ലമ്മേ. അയാളുടെ ഭാര്യ രുക്മിണിയുടെ തീരുമാനപ്രകാരമായിരുന്നു അന്ന് അങ്ങനെയൊക്കെ നടന്നത്. അതിൽ അയാൾക്ക് നല്ല വിഷമമുണ്ട്. എന്നെ വന്നു കണ്ടപ്പോൾ അത് പറയുകയും ചെയ്തു. രുക്മിണി അറിയാതെ കുഞ്ഞിനെ അവിടെ നിന്ന് കൊണ്ടുവരാൻ അയാളെ കൊണ്ട് പറ്റുമോ? ചെല്ലപ്പൻ ചേട്ടൻ എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടാവും.
അല്ലെങ്കിൽ പിന്നെ അത്രയും ഉറപ്പ് പറയില്ലല്ലോ. കുഞ്ഞിനെ എവിടെ കൊണ്ടുവരാന്നാ അയാൾ പറഞ്ഞിരിക്കുന്നത്? സ്ഥലവും സമയമൊന്നും പറഞ്ഞിട്ടില്ല. അത് പിന്നീട് വിളിച്ച് പറയുള്ളൂ. ഒരു തടസ്സവും ഇല്ലാതെ കാര്യങ്ങൾ നടന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു അമ്മേ. അങ്ങനെ തന്നെ നടക്കുമെന്ന എന്റെ പ്രതീക്ഷ. ചിലപ്പോ ഇതോടെ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമായിരിക്കും. ഈശ്വരനായിട്ട് തന്നെയാവും ചെല്ലപ്പന്റെ മനസ്സ് മാറ്റിയത്. ഞാൻ കണക്ക് കൂട്ടുന്നത് പോലെ കാര്യങ്ങൾ നടന്നാൽ മോനെ നാളെ തന്നെ ഇവിടെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോ അവനെ നമുക്ക് നാളെ ബാലാമണിയെ ഏൽപ്പിക്കാൻ പറ്റുമല്ലേ? ഇതാണ് നിന്റെ മകനെന്ന് പറഞ്ഞ് നീ തന്നെ ആ കുഞ്ഞിനെ ബാലാമണിയെ ഏൽപ്പിക്കണം. അപ്പോ എന്റെ ബാലാമണി സംഭവിച്ചത് സ്വപ്നമാണോ അതോ സത്യം തന്നെയാണോ എന്നറിയാതെ അമ്പരപ്പോടങ്ങനെ നിൽക്കും. അല്ലേ അഭിരാമി? നാളെ മുതൽ എന്റെ ഈ വീട്ടിൽ അവന്റെ കാൽത്തളകൾ കിളിങ്ങുന്ന ഒച്ചയും ചിരിയും കളിയും കരച്ചിലും ഒക്കെ കൊണ്ടങ്ങനെ നിറയും. നീ നോക്കിക്കോ, ഞാൻ അവനെ താഴത്ത് വയ്ക്കില്ല. ആർക്കും അവനെ എടുക്കാൻ കൊടുക്കുകയില്ല, അവന്റെ അമ്മയ്ക്ക് പോലും. എപ്പോഴും അവനെ മുത്തശ്ശിയുടെ ഒക്കത്ത് തന്നെ ഇരുന്നാ മതി. കഥകൾ പറഞ്ഞു കൊടുത്ത് എന്റെ മാറത്ത് ചൂടുമേറ്റ് അവൻ എന്നെ പറ്റിച്ചേർന്നങ്ങനെ കിടക്കും. ഇന്നൊരു ദിവസം കൂടി ക്ഷമിച്ചാ മതിയല്ലോ. സാരമില്ല, നാളത്തെ പകല് വേഗം വരും. ഒപ്പം എന്റെ ബാലാമണിയുടെ മകനും. അമ്മേ, ദേ ചായ കുടിക്ക്. ചായ വേണോന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതാരെങ്കിലും പറയണോ? വീട്ടിലൊരു ഗസ്റ്റ് വന്നാ ചായ കൊണ്ടുവരുന്നത് ഒരു മര്യാദയല്ലേ? അഭിരാമി ചായ കുടിക്ക്. അമ്മ എടുക്ക.